ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് എത്രമാത്രം ലെജിബിളാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ എഴുത്ത് എത്ര വൃത്തിയുണ്ട്. വിദ്യാർത്ഥി തൻ്റെ സ്കൂൾ പുസ്തകം അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ചെറിയ ക്ലാസ് മുതൽ തന്നെ ശീലമാക്കി വന്നിരിക്കുന്ന എത്രമാത്രം പുസ്തകങ്ങളെ സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, എഴുതുന്ന നോട്ട്ബുക്ക് എങ്ങനെ എന്നതെല്ലാം ഒരു കുട്ടിയുടെ വ്യക്തിത്വം, ആ ഒരു കുട്ടിയുടെ പഠന രീതി മെച്ചപ്പെട്ടതാണോ, പിൽക്കാലത്താണെങ്കിൽ പോലും ഈ സ്വഭാവം എത്രമാത്രം മുതിർന്നു കഴിയുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള പേഴ്സണാലിറ്റി. കാരണം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് സ്വാധീനിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവികത. അപ്പോൾ നമുക്ക് ഇവാലുവേഷൻസ് ആൻഡ് അനാലിസിസ് ഇൻ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്, നമുക്കിവിടെ മുഖത്തലയിലുള്ള നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഉണ്ട്. ഈ 4 ലൈൻ ബുക്കിൽ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ ഈ ഡോട്ടഡ് ആയിട്ടുള്ള റണ്ണിങ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് വേണം, അത് മാത്രം പോരാ. കാരണം എന്തുകൊണ്ട് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇനി കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. വൃത്തിയും വെടുപ്പും ഇല്ലാതെ എന്തുകൊണ്ട് ഒരു വ്യക്തി എഴുതുന്നു? അതിന് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ക്ലീനായിട്ട് നീറ്റായിട്ട് പുസ്തകങ്ങളെ അല്ലെങ്കിൽ മറ്റും സൂക്ഷിക്കുന്നില്ല? എഴുതുന്നത് നമ്മൾ കാക്ക കാഷ്ടിച്ചതുപോലെ എന്ന് പറയില്ലേ, എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നു? തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെ ഉള്ളിലും ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ചില പ്രാക്ടീസസും കൂടി നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ എഴുത്ത് വൃത്തിയാകുക എന്നത് മാത്രമല്ല, സ്വഭാവത്തിലും മാറ്റം വരും. സയൻസാണ് ഞാൻ ഈ പറയുന്നത്, സയൻറ്റിഫിക് ആണ്. വളരെയധികം സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു കോഴ്സാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്. അതിന് നമുക്ക് ഓരോ വ്യക്തികളെയും കണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള പരിഗണനയും കൂടി നമുക്ക് വേണം. അപ്പോൾ എന്തുകൊണ്ട് ഒരു വ്യക്തി ധൃതി വെച്ചിട്ട് അല്ലെങ്കിൽ തിടുക്കം വെച്ചിട്ട് സമാധാനത്തോടു കൂടി എഴുതുന്നില്ല? വൃത്തിയും വെടുപ്പമായിട്ട് തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല? അത് കൊച്ചു കുട്ടികളായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ആർക്കാണെങ്കിലും ഈ കോഴ്സ് ഗുണം ചെയ്യും. സ്വഭാവം രൂപീകരണം എഴുത്തിലൂടെ, അതിന് സർട്ടൻ മെത്തേഡ്സ് ഉണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. തീർച്ചയായിട്ടും വരിക, നിങ്ങൾ ഗുണം ചെയ്യും, ഒരുപാട് പ്രയോജനം ചെയ്യും. ഇത് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്. അതിന് സർട്ടൻ ഇവാലുവേഷൻസ് ആൻഡ് അനാലിസിസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങളിൽ മാറ്റം വരണം.
എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആ ബുക്ക് നമ്മൾ പരിശീലിക്കും. ഓരോ പേജ് വെച്ച് ഡെയിലി എഴുതി പോയാലും മതി. അത് നമ്മൾ പറയും എങ്ങനെയാണ് വേണ്ടത്, പറഞ്ഞു തരും. അത് മാത്രം പോരാ, പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടി ആ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കോഴ്സ് വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരൂ, വിളിച്ചോണ്ട് വരൂ. അത് പഠനം അപ്പോൾ നന്നായിട്ട് പഠിച്ചു, നല്ല രീതിയിൽ പരീക്ഷ എഴുതി, പക്ഷേ വൃത്തിയില്ലെങ്കിൽ ഒരു എക്സാമിൻ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സ് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെ വൃത്തിയില്ലാത്ത ഒരു ആൻസർ പേപ്പർ നോക്കാൻ ആർക്കായാലും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം നല്ല കഴിവുള്ളൊരു കുട്ടിയാണെങ്കിലും പക്ഷേ വൃത്തിയായിട്ട് എഴുതാത്ത അവസ്ഥയ്ക്ക് അതിൻ്റെ ലഭിക്കേണ്ടതായിട്ടുള്ള ഗുണം കിട്ടാതെ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ, മുത്തലയിലാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്, ഇവിടുത്തെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിലേക്ക് വരൂ. എഴുതുക, എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ഹോംവർക്ക് തരിക എന്നുള്ള മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് നിങ്ങൾ വൃത്തിയാവുന്നില്ല അത് കണ്ടെത്തണം. അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ പോയി ഒരു 4 ലൈൻ ബുക്ക് മേടിച്ച് എഴുതിയിട്ട് അർത്ഥമില്ല. അതുകൊണ്ട് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ല. കാരണങ്ങളുണ്ട്, ഹിഡൻ ആയിട്ടുള്ള ചില സീക്രറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോ വ്യക്തിയിലും കണ്ടെത്തി അത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് അർത്ഥമുള്ളൂ. അതിനാൽ ആരെയും പഴിചാരിയിട്ട് അർത്ഥമില്ല. ഓരോരുത്തരുടെ ഉള്ളിലും ചില ഇരകൾ കരയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിനാൽ വരിക നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിലേക്ക്. ഓരോ വ്യക്തികൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഇത് ചെയ്യുന്നത്. 9605743596 എന്ന നമ്പർ വിളിക്കാൻ വരാം. ഞാൻ കൊല്ലം മൈത്തിൽ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ്. വരിക.